എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചുറ്റും കൊറോണയൊക്കെയാണ്, എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുക. കുട്ടികൾ പ്രത്യേകിച്ച് വീട്ടിൽ തന്നെയാണ്, രാവിലെ മുതൽ ക്ലാസ്സും പഠിത്തവും ഒക്കെ ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം കുട്ടികളുള്ള അമ്മമാരുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിച്ച. ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പൊതുവെ മടിയുള്ളവരായിരിക്കും. ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുക ഒരു തലവേദനയും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ടുണ്ടാക്കാവുന്ന രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണവുമായിട്ടാണ്. ഒരു ചെറിയ റെസിപ്പി, ചെമ്പരത്തിപ്പൂ പച്ചടി. അപ്പം നമുക്ക് ഈ പച്ചടിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട. ചെമ്പരത്തിപ്പൂവ് 10 എണ്ണം, ചുവന്നുള്ളി ഒരു 10 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ഞാനിതിൻ്റെ കുരു മാറ്റിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കുരു കളയാതെ ഇടാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്, 1 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂട്ടുമാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ തൈര് ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക, ചുവന്നുള്ളി അരിഞ്ഞതിടുക, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂട്ടുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഈ ചുവന്നുള്ളിയുടെ സത്തൊക്കെ നമ്മുടെ ഈ തൈരിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചെമ്പരത്തിപ്പൂ ഇടാം. ചെമ്പരത്തിപ്പൂ കഴുകി അതിൻ്റെ ഇതളുകൾ മാത്രം മതി. ഇതളുകൾ കൈകൊണ്ട് കീറിയിടണം, അരിയരുത്. അരിഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കത്തി തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലപോലെ കൈകൊണ്ട് പിച്ചി ചീന്തി ഇടുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ അമർത്തി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം. നമ്മുടെ ചെമ്പരത്തിപ്പൂ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരവും അതിനോടൊപ്പം ഗുണകരവുമായൊരു പച്ചടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നന്ദി.